ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോക ചരിത്രത്തിൽ മനുഷ്യ നാഗരികതയുടെ ഇന്നലകളെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി കണ്ടെത്തുന്ന ഇന്നലകളിലെ സ്ത്രീത്വത്തിന്റെ ഭാര്യ പദവിയിലുള്ള പെണ്ണിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ആദ്യം തന്നെ പറയാം. ലോക ചരിത്രത്തിൽ ഭർത്താവിന്റെ മരണശേഷം ഭാര്യയ്ക്ക് നരക തുല്യ ജീവിതമായതുകൊണ്ട് അവൾ ഭർത്താവിന്റെ സംസ്കാരം നടത്തപ്പെടുന്ന ചിത കത്തിയെരിയുമ്പോൾ ആ ചിതയിലേക്ക് ചാടി അവളുടെ ജീവൻ ത്യജിക്കലാണ് പുണ്യകർമ്മം എന്ന് വിശ്വസിച്ചിരുന്ന സതിസമ്പ്രദായം നിലവിൽ നിന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്നലകളിലെ പെണ്ണിന്റെ ഭാര്യ പദവിയിലുള്ള പെണ്ണിന്റെ അവസ്ഥയായിരുന്നു. പിന്നെയും നമുക്ക് കാണാൻ കഴിയുന്നു, ഇഷ്ടമില്ലാത്ത പെണ്ണിനെ വെള്ളത്തിലെറിയാനുള്ള ഒരു അവകാശവും ഒരു സ്വാതന്ത്ര്യവും അധികാരവും ഭർത്താവിൽ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിട്ടുണ്ട്. ഇറാഖിന്റെ ബാബിലോൺ മുതൽ യൂറോപ്പ് വരെ ഈ നിയമം വ്യാപിച്ചിരുന്നതായും ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നെയും ഭാര്യ പദവിയെ അനാദരിക്കപ്പെട്ട ചരിത്രത്തിന്റെ അവസ്ഥ വീണ്ടും വായിക്കാൻ നമുക്ക് കഴിയും. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ, കൃത്യമായി പറഞ്ഞാൽ 1905 വരെ ഫ്രാൻസിൽ പെണ്ണിനെ വിൽക്കാനുള്ള അവകാശവും അതിനുള്ള അധികാരവും ഭർത്താവിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാനുള്ളത്. അത്രത്തോളം സ്ത്രീത്വം അനാദരിക്കപ്പെട്ട ഇന്നലകളാണ് ലോകത്ത് ഒരു ഭാര്യ പദവിയിലുള്ള പെണ്ണിന്റെ കഥ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിന്റെ ദീൻ ഇത് സംബന്ധമായി പറയുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. പരിശുദ്ധമായ ഖുർആൻ സ്ത്രീത്വത്തെ വളരെ ഭംഗിയോടുകൂടെ അവതരിപ്പിക്കുകയാണ്. ഭാര്യ പദവിയിലുള്ള സഹോദരിമാരെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അവരെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പും അവരെ കുറിച്ച് പറഞ്ഞതിന്റെ ശേഷവും അള്ളാഹുവിനെ സൂക്ഷിക്കുക, പടച്ച റബ്ബിനെ പേടിക്കുക എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഖുർആൻ. ആയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സൂറത്ത് നിസാഇന്റെ ആദ്യത്തെ ആയത്താണ്. ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഭാര്യമാരെ കുറിച്ചാണ്. ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയക്കണം, റബ്ബിനെ സൂക്ഷിക്കണം. ഏത് റബ്ബ്? ആരാണ് റബ്ബ്? റബ്ബിനെ കുറിച്ച് പറയാ, അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വ ഖലഖ മിൻഹാ സൗജഹ. ഒറ്റ ശരീരത്തിൽ നിന്നും മനുഷ്യവർഗത്തെ പടച്ചവനാണവൻ. മനുഷ്യവർഗത്തിന്റെ ഇണയെ മനുഷ്യന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ അതിന്റെ അംശമായി പടച്ചു. അതായത് ഭാര്യമാരെ കുറിച്ചാണ് ഖുർആനി പറഞ്ഞത്. ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ധാരാളം സന്താനങ്ങൾ ഉണ്ടായി, ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളുമായ മക്കൾ ഉണ്ടായി, ഭൂമി നിറഞ്ഞു. അപ്പൊ ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമായ സന്താന സൗഭാഗ്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ട് ഇതൊക്കെ പറയുന്നതിന്റെ മുമ്പും പറഞ്ഞ ശേഷവും അള്ളാനെ സൂക്ഷിക്കണമെന്ന് പറയാണ്. ഈ ആയത്തിൽ ഭാര്യയെ പറയുന്നതിന്റെ മുമ്പും ശേഷവും അള്ളാനെ പേടിക്കണം, സൂക്ഷിക്കണമെന്ന് 2 വട്ടം പറഞ്ഞു. കാരണം ഭാര്യ എന്നത് ഭർത്താവിൽ അള്ളാഹു ഏൽപ്പിച്ച വലിയ അമാനത്ത് ആണ്. അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ ചരിത്രത്തിൽ ഭാര്യമാർക്ക് സങ്കല്പിക്കപ്പെട്ട അവരുടെ അവസ്ഥയെക്കുറിച്ച്, അവരുടെ സ്ഥാനത്തെക്കുറിച്ച് ഓർമ്മയിലുണ്ടാവണം. പെണ്ണിനെ വെള്ളത്തിലെറിഞ്ഞു, ചിതയിലെരിയാൻ വേണ്ടി നേർച്ചയാക്കപ്പെട്ടും അതുപോലെ തന്നെ വിൽക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്നും
ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ഈ അവസ്ഥയിലേക്ക് സ്ത്രീത്വത്തെ ആദരിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യാം. എന്താ പറഞ്ഞത്? ഭാര്യ പദവിയിലുള്ള പെണ്ണിനെ അള്ളാഹു ആദരിച്ചു. അവളുടെ കാര്യത്തിൽ റബ്ബിനെ ഭയക്കണമെന്ന് ലോകത്തുള്ള ഭർത്താക്കന്മാരോട് 2 വട്ടമാണ് ഒരു ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. പെണ്ണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ നന്നാവാണ്. അങ്ങനത്തെ ഒരു ഭാഗ്യത്തിൽ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തെ എത്തിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്ത്രീകളോട് നല്ല രീതിയിലുള്ള സംഭാഷണം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവരെ മെരുക്കിയെടുക്കാനാണ് പറഞ്ഞത്. വളഞ്ഞതാണ്, നിവർത്താൻ ചെന്നാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും, പൊട്ടിക്കൽ ത്വലാഖാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ആണിന്റെ ത്യാഗം എന്ന് പറയുന്നത്, അവന്റെ ഏറ്റവും വലിയ പരിശ്രമം എന്ന് പറയുന്നത് ഇവളെ പൊട്ടിക്കാതെ ഇവളുടെ വളവ് പതുക്കെ പതുക്കെ നിവർത്തി എടുക്കല. എന്നാൽ ഒരാൾ നിവർത്താതിരുന്നാലോ അവൾ പൂർണ്ണമായും വളഞ്ഞു പോകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ആണിന്റെ നിയന്ത്രണവും നിരീക്ഷണവും ഇല്ലാതെ പെണ്ണിനെ സ്വതന്ത്രമായി വിട്ടാലും പ്രശ്നമാണ്. എന്നാൽ അവരിൽ ഒരുപാട് അടിച്ചേൽപ്പിക്കാൻ നിന്നാലും പ്രശ്നമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നിങ്ങൾ ഒരു മിതത്വ രീതിയിലേക്ക് ഇടപഴകണം, അവരോട് ഖൈറ് കൊണ്ട് നിങ്ങൾ വസിയത്താക്കണം എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫഇന്നഹുന്ന ഇൻദകും ലാ യംലിക്ന ലിഅൻഫുസിഹിന്ന ശൈആ, നിങ്ങളുടെ അടുക്കൽ അവർക്ക് സ്വന്തമായൊന്നും അവർ അധികാരപ്പെടുത്തിയിട്ടില്ല. അവരെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ടത് ഇന്നമ അഖത്തുമൂഹുന്ന ബി അമാനത്തില്ല, പടച്ച റബ്ബിന്റെ മുന്നിൽ വലിയ ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ ഉണ്ട് എന്ന ഒരു ധാരണയിലാണ് നിങ്ങളിൽ അവരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരെ നിങ്ങൾ ഹലാലാക്കിയത് പടച്ച റബ്ബിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ടാണ്. അത്രത്തോളം സ്ത്രീകൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിലമതിക്കാനാവാത്ത വലിയ സമ്പത്താണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ അഹ്മദ് സമർഖന്ദി ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ഏതായാലും ഒരു പുരുഷന്റെ ആത്മബോധത്തിന്റെ, അവന്റെ ധാർമ്മികമായ ചിന്തയുടെ, അവന്റെ മതബോധത്തിന്റെ, മതപരമായ നിഷ്ഠയുടെ പകുതിയോളം അല്ലെങ്കിൽ 2/3 ഒരു പെണ്ണ് അവന്റെ ജീവിത സഖിയായി കൂടെ വരലോടുകൂടെയാണ് പൂർത്തിയാവലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം എന്നത് വലിയ ഗൗരവമുള്ള ജീവിത മേഖലയാണ്, നിസ്സാരമല്ല, കുട്ടിക്കളിയല്ല. വിവാഹം എന്നുള്ളത് ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് വഹിക്കാൻ കഴിയാത്തത് എന്നാണ്. അത്രയും ഭാരമുള്ള ഒരവസ്ഥയിലേക്ക് ഒരു ഭർത്താവ് എത്തിപ്പെടുകയാണ്. ഭാര്യയെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ വലിയൊരു ഭാരമാണ്. ഭാരം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ്. ജീവിതത്തിന്റെ ഏറ്റവും ഗൗരവമുള്ള തുറ. അതുവരെ അവൻ സംസാരിച്ചിരുന്ന വർത്താനം ഇനി പറഞ്ഞുകൂടാ. ഭാര്യയുടെ മുന്നിൽ അവൻ സംസ്കാരമുള്ളതേ പറയാവൂ, നിലവാരമില്ലാത്തത് പറയാൻ നിൽക്കരുത്. ഭാര്യ അവനെ ബഹുമാനിക്കുക എന്നതാണ് അവന്റെ ആണത്തം. ഒരിക്കലും ഇസ്ലാമിക തത്വങ്ങൾ അനുസരിച്ച് നമ്മൾ ഒരു പഠനം നടത്തിയാൽ ഒരു പുരുഷന്റെ ആണത്തം എന്ന് പറയുന്നത് അടിച്ചമർത്തലിലല്ല. ഭാര്യ അടിച്ചമർത്താൻ എളുപ്പ, അടിച്ചമർത്തിയാലല്ല ആണത്തം ഉണ്ടാവാം. അവളിൽ നിന്നും ആദരവ് പിടിച്ചു പറ്റാൻ ഒരു ആണിന് കഴിയുമ്പോഴാണ് അവന്റെ ആണത്വത്തെ വിലയിരുത്തപ്പെടാം. അങ്ങനെയെങ്കിൽ വിവാഹം എന്ന് പറയുന്ന പുണ്യകർമ്മത്തിലൂടെ ഭാര്യയും ഭർത്താവും ഒന്നായി തീരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ജീവിതത്തിലെ വലിയ ഉത്തരവാദിത്തത്തെ പുരുഷൻ വഹിക്കലാണ്, വിവാഹം. അങ്ങനെ വരുമ്പോൾ ഈ പുരുഷൻ ആ വലിയ ഉത്തരവാദിത്തത്തെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ, അതായത് ഒരു പെണ്ണിനെ അവന്റെ ആയുസ് മുഴുവൻ സംരക്ഷിക്കാമെന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കുമ്പോൾ അള്ളാഹു തആല അവന് നൽകുന്ന പ്രതിഫലം അവന്റെ ദീനീബോധത്തിന്റെ, അവന്റെ ദീനിന്റെ 2/3 അല്ലെങ്കിൽ പകുതി, 2 റിവായത്തുണ്ട് ഹദീസിന്റെ, പകുതി പൂർത്തീകരിച്ചവൻ എന്ന അവസ്ഥയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹതൻ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി. ഒരാൾക്ക് അള്ളാഹു ഒരു സ്വാലിഹത്തായ പെണ്ണിനെ നൽകിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ തന്റെ കൂട്ടുകാരിയായി, ഭാര്യയായി, തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി, ജീവിത പങ്കാളിയായി ഒരു സ്വാലിഹത്തായ പെണ്ണിനെ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു ദീനിന്റെ പകുതിയിൽ സഹായിച്ചെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. ദീനിന്റെ പകുതി അള്ളാഹുവിനെ സഹായിച്ചു.
ഇനി ബാക്കിയുള്ള പകുതിയിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതിയെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദീനിന്റെ പകുതി അള്ളാഹു തആല ഒരു സ്വാലിഹത്തായ പെണ്ണിനെ സ്വന്തമാക്കിയ ഭർത്താവിനെ സഹായിച്ചു കൊടുത്ത് അള്ളാഹു തആല അവന്റെ കാര്യം രക്ഷപ്പെടുത്തി കൊടുക്കാം. ഈ ഹദീസ് ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ കാണാം. മഹാനായ ഇമാമുൽ ഹറമൈനി തങ്ങള് അദ്ദേഹത്തിന്റെ നിഹായത്തുൽ മത്ലബി ഫി ദിറായത്തുൽ മദ്ഹബ് എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ അഹ്റസ സുൽസൈ ദീനിഹി എന്ന്. ദീനിന്റെ പകുതിയല്ല 2/3 ഒരാൾ പൂർത്തീകരിക്കാണ് ഒരു സ്വാലിഹത്തായ പെണ്ണിനെ തന്റെ ജീവിതത്തിന്റെ പങ്കാളിയായി സ്വീകരിക്കലോടുകൂടെ. വലിയ ഉത്തരവാദിത്തമാണ് അവളെ ഏറ്റെടുത്ത് തന്റെ ആയുസ്സിന്റെ അവസാനം വരെ അവളെ സംരക്ഷിക്കാനും തന്റെ ആയുസ് കഴിഞ്ഞാലും അവൾക്ക് സുരക്ഷിതത്വത്തിന്റെ കളം ഒരുക്കി വെക്കാനും ഇവൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നുള്ള ആ ഉത്തരവാദിത്ത ബോധം. റബ്ബ് ഏൽപ്പിച്ച അമാനത്ത്, അതിന്റെ പേരിൽ അള്ളാഹു അവനെ സഹായിക്കും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജീവിതത്തിന്റെ ഇത്രയും ഗൗരവമേറിയ ഈ അവസ്ഥയിൽ ദുആക്ക് ഉത്തരമുണ്ടത്രേ. ഒരു നല്ല ഭർത്താവിന്റെ, നല്ല ഭാര്യയുടെ ദുആക്ക് എക്കാലത്തും ഉത്തരമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും. 3 വിഭാഗം ആളുകളെ സഹായിക്കൽ അള്ളാഹുവിന് ബാധ്യതയാണ്. ചില റിവായത്തിൽ കാണുന്നത് 3 വിഭാഗത്തിന്റെ ദുആക്ക് ഉത്തരം ചെയ്യൽ അള്ളാഹുവിന് ബാധ്യതയാണ് എന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതിൽ 1-ാമത്തെ വിഭാഗം, അനിവാര്യമായ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി യോദ്ധാവാൻ തയ്യാറായവൻ, യുദ്ധത്തിന് പോയവൻ, അവന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. അവനെ സഹായിക്കൽ അള്ളാഹ്ക്ക് ബാധ്യതയാണ്. അള്ളാഹ്ക്ക് ബാധ്യതയാണ്. 2-ാമത്തേത് ഒരു നല്ലൊരു അടിമ. ആ അടിമയുടെ അടിമത്വത്തിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി അയാള് ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അയാളെ സഹായിക്കുക എന്നത്, അയാളുടെ ദുആക്ക് ഉത്തരം ചെയ്യുക എന്നത് ആ സ്വാലിഹായ അടിമയ്ക്ക് അള്ളാഹുവിന്റെ സഹായം ഉറപ്പാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്ക് ഉത്തരം ഉറപ്പുള്ള 3-ാമത്തെ വിഭാഗം ഇനി പറയുന്ന ഭാര്യയും ഭർത്താവുമാണ്. അന്നാകിഹുല്ലദീ യുരീദുൽ അഫാഫ്. 3-ാമത്തെ വിഭാഗം, ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പുള്ള 3-ാമത്തെ വിഭാഗം, അള്ളാഹു സഹായിക്കൽ അള്ളാഹുവിന് ബാധ്യതയായ 3-ാമത്തെ വിഭാഗം. അന്നാകിഹുല്ലദീ യുരീദുൽ അഫാഫ്. ഹറാമുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടി, ജീവിതത്തിൽ ഒരു ഇണയെ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്വന്തമാക്കി ഇസ്ലാമികമായ രീതിയിൽ ജീവിച്ചു പോകുന്ന ഭാര്യക്കും ഭർത്താവിനും ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഇബ്നു മാജ, മഹാനായ ഇമാം തുർമുദി ഒക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അമാനത്താണ് ഒരു പെണ്ണിനെ, തന്റെ ഭാര്യ പദവിയിലുള്ള പെണ്ണിനെ മാന്യമായി സന്തോഷത്തോടുകൂടെ പുലർത്തിക്കൊണ്ടു പോവാൻ ഒരു ഭർത്താവ് ഏറ്റെടുക്കുക എന്നത്. എന്റെ പൊന്നുമോളെ ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നത് അള്ളാനെ മുൻനിർത്തിയിട്ടാണ്. റബ്ബ് കൽപ്പിച്ചതിന്റെ പ്രകാരമാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. എന്താണ് എന്റെ പൊന്നുമോളെ നിന്നെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്? മാന്യമായി പുലർത്താം. അല്ലെങ്കിൽ എന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുക, മാന്യമായി തിരിച്ചേൽപ്പിക്കണമെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഒരു പിതാവിന്റെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സ് വിതുമ്പുന്ന ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വിട്ട അക്ഷരങ്ങളാണ്. ഇത് പറഞ്ഞിട്ടാണ് ഒരു നിക്കാഹ് ഇവിടെ നടക്കാം. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതങ്ങളൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ദുആക്ക് ഉത്തരം ഉറപ്പുള്ള പദവിയിലാണ് ഒരു ഭർത്താവ് നിൽക്കുന്നത്. എന്താ കാരണം? അവനൊരു പെണ്ണിനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ തയ്യാറാവുകയാണല്ലോ. വആശിറൂഹുന്ന ബിൽ മഅറൂഫ് فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണം. സ്ത്രീകളോട് നിങ്ങൾ ബഹുമാന പുരസ്സരം ആദരവോടുകൂടെ അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ് എന്ന ഒരു ബോധത്തോടുകൂടെ നിങ്ങൾ അവരെ കൈകാര്യം ചെയ്യണം. അവരോട് പറയുന്ന വർത്തമാനങ്ങളിൽ സൂക്ഷിക്കണം. ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ ഇത് മുതലെടുക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അവരെ നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് സംരക്ഷിക്കുന്നത് എന്നൊരു ബോധം ആണുങ്ങൾക്കുണ്ടാവാ എന്ന് ചുരുക്കം. അവരിൽ നിന്ന് നമുക്ക് അസഹ്യമായതും പൊറുക്കാൻ കഴിയാത്തതുമൊക്കെ കണ്ടേക്കാം, പൊട്ടത്തരങ്ങൾ ഒരുപാട് കാണിച്ചേക്കാം, നമുക്ക് ദേഷ്യമുണ്ടാവാം, നമുക്ക് വെറുപ്പുണ്ടാകാം. നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന അനിഷ്ടകരമായ അവരുടെ സ്വഭാവത്തിൽ ഒരു പക്ഷെ അള്ളാഹു അതിന്റെ പകരം നിങ്ങൾക്ക് ഖൈർ തന്നേക്കാം. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തെ മുൻനിർത്തിയിട്ട് ഒരു സ്വാലിഹത്തായ പെണ്ണിനെ പുലർത്താൻ ഒരു ആണ് തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം അവനിൽ ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹിന്റെ സഹായമുണ്ട്, അത് എല്ലാ നിലക്കുമുണ്ട്, സാമ്പത്തികമായുമുണ്ട്. അങ്ങനെയുണ്ട്, സാമ്പത്തികമായും അള്ളാഹുവിന്റെ സഹായം കിട്ടും. എങ്ങനെ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, സൂറത്തുൻ നൂറിൽ കാണാം, വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും യകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളിഹി വല്ലാഹു വാസിഉൻ അലീം. ഒരു പെണ്ണിനെ ജീവിതത്തോട് ചേർത്ത് വെച്ചത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ 2 പൂർത്തീകരിക്കണമെന്ന നെയ്യത്തോടു കൂടെയാണ് എങ്കിൽ, യുഗ്നിഹുമുല്ലാഹു മിൻ ഫളിഹി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാര്യമാക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ ഫളിൽ വിശാലമാണ്, അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് ഖുർആൻ. അപ്പോ സ്ത്രീധനത്തിന്റെ വിഷയത്തിൽ കുറെ കല്യാണങ്ങളൊക്കെ നടക്കാതെ പോകുന്നുണ്ട്. ആ വിഷയത്തിലൊക്കെ നമ്മുടെ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് നല്ല ഇണയെ കിട്ടാൻ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. മക്കൾക്ക് നല്ല ഇണയെ കിട്ടുക, തേടിക്കൊടുക്കുക, സംഘടിപ്പിച്ചു കൊടുക്കുക എന്നത് പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. ആ വിഷയത്തിൽ പിതാവ് വീഴ്ച വരുത്താൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താ? ഒരു കുട്ടി ഉണ്ടായത് മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി പറയുകയാണ് ഹബീബ്. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ കാണാം ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചാൽ നല്ല പേര് വിളിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടിക്ക് അദബ് പഠിപ്പിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈദാ ബലഗ ഫൽയുസവ്വിജുഹു, ആ കുട്ടി പ്രായമായാൽ ആ കുട്ടിക്ക് നിങ്ങൾ അനുയോജ്യമായ വിവാഹ ജീവിതം കൊടുക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ ബലഗ, കുട്ടിക്ക് പ്രായമായി, പിന്നെയോ വലം യുസവ്വിജുഹു, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് പിതാവ് ആ കുട്ടിയുടെ വിവാഹത്തെ പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ, ഫഅസാബ ഇസ്മ, ആ പിന്തിപ്പിച്ചതിന്റെ കാരണം ഈ കുട്ടി ഒരു ഹറാം ചെയ്താൽ, ഫഇന്നമാ ഇസ്മുഹു അലാ അബീഹി, ആ ചെയ്ത കുറ്റം ആ കുട്ടിയുടെ പിതാവിന്റെ ഏടിലാണ് അള്ളാഹു രേഖപ്പെടുത്താ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം വലുതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കാം. വലിയ ഉന്നതമായ ജോലിയിലേക്കൊക്കെ ആലോചിക്കുമ്പോഴാണ് വിഷയം. 28-30 വയസ്സൊക്കെ എത്തിയിട്ട് കല്യാണം കഴിപ്പിക്കാണ്. മനുഷ്യായുസ് ചുരുങ്ങിയിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് എന്ന ബോധം നമുക്കില്ല. 16 വയസ്സിലും 17 വയസ്സിലും ഒക്കെ കല്യാണം നടന്ന ഇന്നലകളിലെ കാരണവന്മാർക്കൊക്കെ നല്ലൊരു ജീവിതം തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതത്തിന്റെ ഇപ്പുറത്തെ തലം നിൽക്കുന്നത് 90 വയസ്സ് 95 വയസ്സൊക്കെയാണ്. അവർക്ക് നല്ലൊരു ഭാഗം ജീവിതമായി തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ വേല ചെയ്ത് പണം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വരുമാന മാർഗം അവരുടെ ആൺമക്കളിലൂടെ ഉണ്ടായി. ഒരു 45 വയസ്സൊക്കെ ആവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മക്കള്, 10-20 വയസ്സുള്ള മക്കള് നല്ല സമ്പാദ്യം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന, സ്വന്തം കാര്യങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധമുള്ള ആൺമക്കളായി മാറുന്ന അവസ്ഥയിൽ 45-50 വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഈ മനുഷ്യൻ ഫ്രീ ആയി. ആ രീതിയിൽ പഴയ കാലത്തെ കാരണവന്മാർക്ക് കിട്ടിയ ആയുസ് ഇനിയുള്ള തലമുറയിൽ ഇല്ല എന്ന് മാത്രമല്ല, അവരുടെ വിവാഹ ജീവിതം വളരെ കുറഞ്ഞ കാലം മാത്രമേ ഉള്ളൂ.
ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതാവിനെയാണ് പെണ്ണ് കാണാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. മകന് വേണ്ടി പെണ്ണ് കാണൽ ആരാ? സാധാരണ മോന്റെ കൂട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴിയോ ഒക്കെയാണ് പെണ്ണിനെ കാണാൻ. അങ്ങനെ പെണ്ണിനെ കണ്ടെല്ലാം റെഡിയായി കുറെ നാൾ അവർ ചാറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പറയണോ വേണ്ടയോ എങ്ങാനോ പറഞ്ഞു പോയാൽ അതിൽ പിന്നെയും ചർച്ച നടക്കും. ചർച്ച അലസിയാലും ചർച്ച വിജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ആ പെണ്ണ് മതി എന്ന അവസ്ഥ, ആ ചെക്കൻ മതി എന്ന അവസ്ഥ, അത് മുന്നോട്ട് പോകും. ഇവിടെ കാരണവന്മാരുടെ ഇടപെടൽ കാണപ്പെടുന്നില്ല. പിന്നെ ആരാ ഇവിടെ ഇടപെടുന്നത്? പെണ്ണിന്റെയോ ചെക്കന്റെയോ കൂട്ടുകാരാണ് ഇടപെടുന്നത്. പെണ്ണ് കാണാൻ പോകുമ്പോ ഒരു 5-6 കൂട്ടുകാരുണ്ടാവും. ഈ കൂട്ടുകാരൻ കൂട്ടി വരുന്ന വീട്ടിലെ പെൺകുട്ടിയുടെ മാതാപിതാക്കള് കൂട്ടുകാർക്ക് കാണിക്കാൻ വെക്കരുത്. അള്ളാഹുവിന്റെ ദീനിന് എതിരാണ്. ശരിക്കും ഇവിടെ പെണ്ണ് കാണാൻ മകനോടൊപ്പം വാപ്പ പോവണം, വല്യാപ്പ പോണെന്നാ. എന്താ കാരണം? അവർക്കറിയാം അവരുടെ മക്കൾക്ക്, അവരുടെ മകന് ഏറ്റവും അനുയോജ്യമായത് ഏത് എന്ന് തെരഞ്ഞെടുക്കാൻ ആ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലും ഈ മകൻ വളർന്നു വന്ന രീതിയിലും അവിടെ കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് ചെയ്യാൻ വാപ്പാടെ വാപ്പാക്കോ കഴിയാം. എന്റെ ഉസ്താദ് പറയാറുണ്ട് എപ്പോഴും, പെണ്ണ് കാണാൻ പോകുമ്പോ വല്യാപ്പാടെ വാപ്പേണ്ടി കൊണ്ടുപോകണമെന്നാ പറയാം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആ വിഷയത്തിൽ കൃത്യമായി പിഴയ്ക്കാത്ത ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നത് ഈ പ്രായമുള്ള കാരണവർക്കായിരിക്കും. ആ പെൺകുട്ടിയെ കണ്ടാൽ വിലയിരുത്താൻ കഴിയും. ഓരോ രീതിയിലാണ്, ഓരോ വർത്തമാനത്തിലായിരിക്കും, ഓരോ പെരുമാറ്റത്തിലായിരിക്കും. അതുകൊണ്ടാണ് മുഖവും മുൻകൈയും ഒഴിച്ച ഭാഗമാണ് പെണ്ണ് കാണുന്ന നേരത്ത് പെണ്ണിന്റെ ആവൃത്തി. അന്യപുരുഷന്റെ മുന്നിലാണല്ലോ കാണാൻ നിൽക്കുന്നത്. ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്റെ മുന്നിൽ ശരീരം മുഴുവനും ഔറത്താണ്. പക്ഷെ പെണ്ണ് കാണുന്ന സന്ദർഭത്തിൽ മുൻകൈയും മുഖവും തുറന്നിടണമെന്ന കാരണം ശാരീരിക ഘടനയുടെയും അതുപോലെ തന്നെയുള്ള ചില ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വിവരമുള്ള ആണാണ് കാണാൻ വരുന്നതെങ്കിൽ അവന് മുൻകൈ കണ്ടാൽ മനസ്സിലാവും ഈ പെണ്ണെങ്ങനെയാന്നുള്ളത്, മുഖം കണ്ടാൽ മനസ്സിലാവും. അത്ര ജ്ഞാനികളായ മനുഷ്യന്മാർക്ക് അത് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഭാഗം മറക്കേണ്ടെന്ന് പറഞ്ഞു. ജീവിതാനുഭവം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും വൃദ്ധനായ വെല്ലുപ്പ പെണ്ണ് കാണുന്നോടത്ത് ഉണ്ടിയെങ്കിൽ ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് വല്ലുപ്പ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പിഴയ്ക്കൂല. വല്യാപ്പായൊക്കെ കല്യാണത്തിന് തന്നെ പങ്കെടുക്കാന്ന് പറഞ്ഞത് അപൂർവം ചില അവസ്ഥകളാണ്. ആ ഒരു രീതിയിലേക്ക് ഇന്നത്തെ കല്യാണ പന്തലുകള് മാറിക്കഴിഞ്ഞു. പിന്നെയാണോ ഈ വല്ലുപ്പ പെണ്ണ് കാണാൻ പോവാൻ? ഏതെങ്കിലും മക്കൾ ഇത് ഉൾക്കൊള്ളൂ? നമ്മുടെ ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ നമുക്ക് ഈ ഒരു അവസ്ഥയെ കാണാനുള്ളത്. പെണ്ണ് കാണാൻ പോകുമ്പോൾ മകനോടൊപ്പം വാപ്പ പോവണം, വല്ലുപ്പ പോവണം. പറ്റുമെങ്കിൽ കാണാമല്ലോ ചരിത്രത്തിൽ മഹാനായ ഇമാം അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖലീലായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകൾ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടിയിട്ട് പെണ്ണ് കാണലല്ല, അദ്ദേഹത്തിന്റെ വൈവാഹിക ജീവിതത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് കാണാം. ഇബ്നു കസീർ രേഖപ്പെടുത്താണ്. ഹാജർ റളിയല്ലാഹു അൻഹ വഫാത്തായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിലാണ്, ഹാജർ റളിയല്ലാഹു അൻഹ മക്കയിൽ വഫാത്തായി. ആ സമയത്ത് വഫാത്തിന് മുമ്പേ തന്നെ ജുറുഹും ഗോത്രക്കാരിൽ നിന്നു തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാസങ്ങളൊക്കെ എത്തിയാണ് മക്കയിൽ വന്ന് ഇവരെ കാണാൻ നിൽക്കുക. ഏതായാലും ഹാജർ റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനെ കാണാൻ വേണ്ടി വരാണ്. ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലെത്തി. ഫലം യജിദ് ഇസ്മാഈല ഫസഅല ഇംറഅതഹു, അവിടെ വന്ന് വീടിന്റെ വാതിൽക്കൽ വന്ന് വിളിച്ചു. വാതിൽ തുറന്നത് ഒരു പെൺകുട്ടിയാണ്. ചോദിച്ചു, ഇസ്മായിൽ നബി എന്ന മഹാന്റെ വീടല്ലേ ഇത്? അപ്പോൾ പെണ്ണ് പറഞ്ഞു, അതെ. അദ്ദേഹം എവിടെയുണ്ട്? ഖറജത്ത് യബ്തഗി ലനാ, ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാനും ഇവിടെ ചെലവിന് കഴിയാനുള്ള പണിക്ക് പോണം. അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്.
ഇബ്രാഹിം നബി ചോദിക്കാണ്, ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? 87 വയസ്സിലാണ് ഈ പൊന്നുമോന്റെ പിതാവായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നത്. ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിക്ക് ജനിക്കുന്നത് ചരിത്രത്തിന്റെ പ്രധാന അഭിപ്രായം 87ാമത്തെ വയസ്സിലാണ്. 87 വയസ്സെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വലിയ മഹാനായ പക്വതയുള്ള ഇബ്രാഹിം നബിക്ക് 20 വയസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ മഹാനായ ഇബ്രാഹിം നബിക്ക് പിതൃത്വത്തിന്റെ പക്വതയാണ്. ഇബ്രാഹിം നബിക്ക് 40 വയസ്സാകുമ്പോൾ 20 വയസ്സുള്ള മകനുണ്ട് ഇസ്മായിൽ നബി. സാങ്കല്പികമായി അങ്ങനെ ചിന്തിച്ചു നോക്കൂ. 40ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബി പിതാവിന്റെയും പിതാവിന്റെ പക്വതയിൽ നിൽക്കുന്നു. അത് 60 വയസ്സാകുമ്പോൾ 3 തലമുറയുടെ പിതാവ് വാപ്പയുടെ വാപ്പ എന്ന പക്വതയിൽ നിൽക്കുന്നു. 80 വയസ്സാകുമ്പോൾ ഇബ്രാഹിം നബി 4 തലമുറയുടെ പിതാവിന്റെ പക്വതയിൽ നിൽക്കുന്നു. 87 വയസ്സിലെ കുട്ടി ഉണ്ടാവുന്നത്. ആ മോൻ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ എന്തായാലും ഇബ്രാഹിം നബിക്ക് 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 5 തലമുറയുടെ പിതൃത്വം. 87 വയസ്സില് ഇബ്രാഹിം നബിക്ക് കുട്ടി ഉണ്ടാകുന്നു. ഇബ്രാഹിം നബിക്ക് 100 വയസ്സാകുമ്പോഴാണ് ഇസ്മായിൽ നബി അറുത്തു കൊടുക്കുക എന്ന സംഭവം തന്നെ ഉണ്ടാകുന്നത്. 13ാമത്തെ വയസ്സിൽ ഇസ്മായിൽ നബിക്ക് 13 വയസ്സായപ്പോഴാണ് അറുത്തു കൊടുക്കാന്ന സംഭവം ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി ജീവിച്ചത് 200 വയസ്സാണ്. 100 വയസ്സ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഈ മകന്റെ വീട്ടില് ഇപ്പോൾ മകന്റെ ഭാര്യ ഈ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ 100 വയസ്സുള്ള ഒരാള്, 100 വയസ്സല്ല 100 വയസ്സൊക്കെ എപ്പോഴേ കഴിഞ്ഞിട്ടുണ്ട്. 100 വയസ്സുള്ള ഒരാൾ ശരാശരി 20 വയസ്സിലാണ് വിവാഹിതനെങ്കിൽ 20 വയസ്സ് വിവാഹത്തിന് തെരഞ്ഞെടുക്കുന്ന ഒരു കാലമാണ് എങ്കിൽ 20 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച കാരണന്മാർ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും കാണാൻ കഴിയും. ആ ഒരു രീതിയിലൂടെ വരണമെങ്കിൽ 5 തലമുറക്ക് 4 തലമുറയുടെ വെല്ലുപ്പയാണ്. 4 തലമുറയിലെ പേരക്കുട്ടികൾക്ക് വെല്ലുപ്പയാണ്. അത്രയും പ്രായം എക്സ്പീരിയൻസ് ഉള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പെൺകുട്ടിയെ കണ്ടപ്പോ ചോദിച്ചു, മഹാനവറുകൾ ചോദിച്ചു, സുമ്മ സഅലഹ അൻ ഐശിഹിം വ ഹൈഅതിഹിം, മോളെ നിന്റെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി, അതായത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ അങ്ങ് പറയാൻ തുടങ്ങി, ഞങ്ങൾ വല്ലാത്ത ഇടങ്ങേറിലാണ് പാപ്പ. ഇബ്രാഹിം നബി ആരാന്ന് മനസ്സിലായിട്ടില്ല പെണ്ണിന്. ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്, ജീവിത ഞെരുക്കത്തിലാണ്. ഒറ്റ ചോദ്യത്തിന് ജീവിതത്തിന്റെ ഇല്ലായ്മകൾ ഇങ്ങനെ പൂരപ്പാട്ട് പോലെ പാടി പാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പെണ്ണിന്റെ വർത്തമാനം ഇബ്രാഹിം നബി കേട്ടു, ഉണ്ടാതിരുന്നു. ആ പെണ്ണിൽ എത്രത്തോളം അള്ളാഹു സ്പർശിതമാണ് എന്നത് ആ ഒറ്റ വർത്താനത്തിൽ തന്നെ കേട്ടു. ഇല്ലായ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫൈദാ ജാഅ സൗജുകി യഖ്രിഇ അലൈഹിസ്സലാം, നിന്റെ ഭർത്താവ് ഇസ്മായിൽ നബി ഇവിടെ വരുമ്പോൾ ഒരു വൃദ്ധൻ ഇവിടെ വന്നിരുന്നുവെന്നും ആ മഹാനായ മനുഷ്യനോട് എന്റെ ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞതായും നീ പറയണം മോളെ. വഖൂലി ലഹു, എന്നിട്ട് അദ്ദേഹത്തോട് പ്രത്യേകം പറയേണ്ടതുണ്ട്, യുഗയ്യിറു ഉത്ബത ബാബിഹി, അദ്ദേഹത്തിന്റെ ഈ വീടിന്റെ വാതിൽപ്പടിയുടെ ചവിട്ടുപടി മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നൊന്ന് പറഞ്ഞേക്കണം. ഈ വീടിന്റെ പ്രധാന കവാടമായ ഈ വാതിലിന്റെ ചവിട്ടുപടി ഒന്ന് മാറ്റണം എന്നും പറഞ്ഞേക്ക്, ഞാൻ പറഞ്ഞതായി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് പോയി. കുറെ കഴിഞ്ഞപ്പോ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വീടും പരിസരവും ഇബ്രാഹിം നബിയുടെ വരവിന്റെ ബറക്കത്ത് ആസ്വദിക്കാൻ കഴിഞ്ഞു. വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഇന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി, എന്തോ ഒരു ഐശ്വര്യം പോലെ. മഹാനവറുകൾ ചോദിച്ചു, ഹൽ ജാഅകും മിൻ അഹദിൻ, പെണ്ണിനോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും വന്നേർന്നോ? അവള് പറഞ്ഞു, നഅം, വന്നു. ഇസ്മായിൽ നബിക്ക് മനസ്സിലായി ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരു മഹാൻ വന്നു പോയത് മറ്റൊരു മഹാൻ അറിയാൻ കഴിഞ്ഞു. ആരാ വന്നതെന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു, ഒരു വയസ്സൻ ഇവിടെ വന്നു, ഇന്ന ആളെ പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വൃദ്ധനായ ഇന്ന കോലത്തിലുള്ള ഒരു വൃദ്ധൻ ഇവിടെ വന്നു. നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചെന്നോട്, ഇസ്മായിൽ നബിയോട് ഭാര്യ പറയാ, നിങ്ങൾ എവിടെ പോയി എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അവരോട് വിവരം പറഞ്ഞു. നമ്മൾ എങ്ങനെ ജീവിച്ചു പോകുന്നത് എന്നൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചു.
ഞാൻ അദ്ദേഹത്തോട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ പറയുകയും ചെയ്തു. നല്ലൊരു മനുഷ്യൻ ഇവിടെ വന്നു പോയി. അപ്പൊ ഇസ്മായിൽ നബി ചോദിച്ചു, അദ്ദേഹം നിന്നോട് വല്ലതും വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്കൊരു അസ്സലാമു അലൈക്കും പറയണമെന്ന് എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല അദ്ദേഹം എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ട് പോയി നിങ്ങൾ വരുമ്പോ പറയണമെന്ന് നമ്മളുടെ ഈ വീടിന്റെ ഈ മനോഹരമായ കവാടത്തിന്റെ ചവിട്ടുപടി മാറ്റേണ്ടതുണ്ടെന്ന് എന്നോട് പറയാൻ പറഞ്ഞേൽപ്പിച്ചു. ഈ വീടിന്റെ ഒരു കുഴപ്പമില്ലാത്ത ഈ കട്ടിളപ്പടിയുടെ ചവിട്ടുപടി, ഈ വാതിൽപ്പടിയുടെ ചവിട്ടുപടി മാറ്റണമെന്ന് നിങ്ങൾ വരുമ്പോ പറയാൻ വേണ്ടി എന്നെ പറഞ്ഞേൽപ്പിച്ചു എന്ന് പറഞ്ഞു. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇത് പറഞ്ഞപ്പോ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആ വന്നു പോയത് ആരാണെന്നറിയോ പെണ്ണേ? എനിക്കറിയില്ല. ആ വന്നു പോയത് അല്ലാഹുവിന്റെ ഖലീല്, എന്റെ പ്രിയ പിതാവ് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് വന്നു പോയത് പെണ്ണേ. അമറനി, അദ്ദേഹം വീടിന്റെ ചവിട്ടുപടി മാറ്റണമെന്ന് പറഞ്ഞില്ലേ, അതെന്നോട് പറഞ്ഞത് അൻ ഉഫാരിഖാക്കി, നിന്നെ തൊലാഖ് ചൊല്ലണമെന്നാ പറഞ്ഞത്. കാരണം നീ എന്റെ ജീവിതത്തിൽ പറ്റൂല എന്ന ഒരു ലക്ഷണം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ചരിത്രത്തിൽ കാണാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി. മഹാനവറുകൾ ആ പെണ്ണിനെ അവരുടെ വീട്ടിൽ കൊണ്ടേയാക്കി, തൊലാഖ് ചൊല്ലി വീട്ടിൽ കൊണ്ടേയാക്കിയതാ. അങ്ങനെ ആ പെണ്ണിനെ തൊലാഖ് ചൊല്ലി. എന്നിട്ടോ പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ജുർഹും ഗോത്രത്തിൽ നിന്ന് തന്നെ മഹാനവറുകൾ വീണ്ടും കല്യാണം കഴിച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം, മാഷാ അല്ലാഹ്, ഇബ്രാഹിം നബി അവരുടെ കൂടെയില്ല, ഇവരെയും വിട്ട് വേറെ എവിടെയോ കുറെ കാലം ജീവിച്ചു. കുറെ നാളുകൾക്ക് ശേഷം സുമ്മ അത്താഹും പഴയതു, പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ അടുത്തേക്ക് വന്നു. ഇസ്മായിൽ നബിയെ മുമ്പ് വന്ന പോലെ തന്നെ അന്വേഷിച്ചു കൊണ്ടാ വന്നത്. അവിടെ വന്നപ്പോ കണ്ടില്ല. അപ്പൊ വീടിന്റെ വാതിൽക്കൽ മുട്ടി. ആ വീട്ടിൽ നിന്ന് പെണ്ണ് വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോ ചോദിച്ചു, ഇസ്മായിൽ നബിയുടെ വീടല്ലേ മോളേത്? അതെ. മഹാനായ ഇസ്മായിൽ നബി ഇവിടെ ഉണ്ടോ അലൈഹിസ്സലാം? അവള് പറഞ്ഞു, ഈ വീട്ടിലേക്ക് ആവശ്യമായ അരിയും ചില്ലാനൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോയേക്കാണ്, പണിക്ക് പോയിരിക്കാണ് മഹാനവറുകള്. അപ്പൊ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങളുടെ ജീവിതം? അവള് പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്, ഖൈറിലാണ്. മാത്രവുമല്ല ഞങ്ങൾക്ക് വല്ലാത്ത വിശാലത അല്ലാഹു ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബിന് ഒരുപാട് അൽഹംദുലില്ലാഹ് ഈ പെണ്ണ് പറഞ്ഞു. അല്ല, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഭക്ഷണം എന്താണ്? ഇബ്രാഹിം നബി ചോദിക്കുക, അല്ല ഇപ്പൊ എന്താ ഭക്ഷണം ഇവിടെ? പെണ്ണ് പറഞ്ഞു, അന്ന് യാദർച്ഛികമായ വീട്ടിൽ ഇറച്ചി ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഇവിടെ ഇറച്ചിയൊക്കെ ഉണ്ട്. അന്ന് യാദർച്ഛികമായ ഇറച്ചി ഉണ്ടായി. ആ പെണ്ണ് കഷ്ടപ്പാടൊന്നും പറഞ്ഞില്ല. അങ്ങനെ കഷ്ടപ്പാട് പറയൂല എന്ന് തീരുമാനിച്ച് നടക്കുന്നവരുടെ മുന്നിൽ അള്ളാഹു സമൃദ്ധി കൊടുക്കും, സുലഭത കൊടുക്കും. ആ പെണ്ണിന് അന്ന് ഉത്തരം പറയാൻ വേണ്ടി യാദർച്ഛികമായ വീട്ടിൽ ഇറച്ചി ഉണ്ടായിരുന്നു. അവള് പറഞ്ഞു, ഇന്നിവിടെ ഇറച്ചിയൊക്കെ ആണല്ലോ, ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഭക്ഷണം കഴിക്കാനൊന്നും ഇവിടെ നിൽക്കുന്നില്ല, അൽഹംദുലില്ലാഹ് ഇറച്ചിയുള്ള വീടാ. അപ്പൊ നിങ്ങൾക്ക് കുടിക്കാൻ എന്താ ഉള്ളത്? കുടിക്കാൻ നല്ല വെള്ളമുണ്ട് ഇവിടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫിൽ ലഹ്മി വൽ മാ, അല്ലാഹുവേ, ഈ കുടുംബത്തിന് ഇറച്ചിയിലും വെള്ളത്തിലും നീ ബറക്കത്ത് ചെയ്യണേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് ദുആയിരുന്നു പോയി. അവിടുന്ന് ദുആയിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇബ്നു കസീർ ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. വലം യകുൻ ലഹും യൗമ ഇദിൻ ഹിബ്ബുൻ, അന്നവർക്ക് വെള്ളം എടുത്തു വെക്കാൻ പറ്റിയ ചെരുവം പോലത്തെ വലിയ പാത്രം അവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാത്രം ഇബ്രാഹിം നബിയുടെ മുന്നിൽ ഈ പെണ്ണങ്ങാൻ വെച്ചുകൊടുത്ത മഹാനവറുകൾ ആ പാത്രത്തിൽ എന്തിനും ബറക്കത്തിനെങ്ങാനും ഇട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ആ പാത്രത്തിൽ ഇട്ടുകൊടുക്കുന്ന ബറക്കത്ത് മുഖേന കൃഷിയും മറ്റു കാര്യങ്ങൾ കൊണ്ടും ആ മക്ക എന്ന് പറയുന്ന പ്രദേശം ലോകത്ത് 1-ാം സ്ഥാനത്ത് വരുമായിരുന്നു. അത്ര വലിയ കൃഷിയും മറ്റു സൗഭാഗ്യങ്ങളും ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട് അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് ആരാ പറയുന്നത്?
ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ പറയുന്നത് കാണാം. ഏതായാലും ഇവിടെ ഇറച്ചിയും വെള്ളവും ഇവിടെ ഒരു കുഴപ്പമില്ല, നല്ല റാഹത്താണ്, അൽഹംദുലില്ലാ. പെണ്ണ് തന്റെ ജീവിതത്തെ കുറിച്ച് വളരെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞപ്പോ മഹാനായ ഇബ്രാഹിം നബി ആ പെണ്ണിനോട് പറഞ്ഞു, ഫൈദാ ജാഅ സൗജുകി ഫഅഖരിഇ അലൈഹി, നിന്റെ ഭർത്താവ് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് എന്റെ ഒരു സലാം പറയണം. മാത്രവുമല്ല വമുരിഹി, നിന്റെ ഭർത്താവിനോട് നീ കൽപ്പിക്കണം, അൻ യുസ്ബിത ഉത്ബത ബാബിഹി, അദ്ദേഹത്തിന്റെ ഈ വീടിന്റെ കട്ടിളപ്പടി ഒന്ന് ശരിക്കും ഉറപ്പിച്ചോ എന്ന് നീ ഞാൻ പറഞ്ഞതായി ഞാൻ കൽപ്പിച്ചതായി അദ്ദേഹത്തോട് പറയണം പെണ്ണേ. ഈ വീടിന്റെ കട്ടിളപ്പടിയുടെ ആ താഴത്തെ പടി അതിന് ഇളക്കമൊന്നുമില്ല, എന്നാൽ അതങ്ങോട്ട് ഉറപ്പിച്ചോ എന്ന് പറഞ്ഞേക്ക് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോ വല്ലാത്തൊരു ബർക്കത്ത് വീട്ടിൽ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും വന്നു. ഇവിടെ ഒരു മഹാനായ മനുഷ്യൻ വന്നൊരു വയസ്സ്, എന്തോ ഒരു ഹൈബത്ത് വഖാർ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. അല്ലാഹ് എന്നുള്ള ചിന്ത നമുക്ക് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ വരും. അങ്ങനത്തെ ഒരു മഹാൻ വന്നു. എന്നോട് നിങ്ങളെ പറ്റി ചോദിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ തൃപ്തിയായി. അദ്ദേഹം പോവാൻ നേരം നിങ്ങൾക്കൊരു അസ്സലാമു അലൈക്കും പറയണമെന്നും ഈ വീടിന്റെ ചവിട്ടുപടി ഉറപ്പിക്കണം, കട്ടിളപ്പടി ഇളക്കമില്ലാത്ത കട്ടിളപ്പടി അത് ഒന്നുകൂടി ഉറപ്പിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളോട് പറഞ്ഞേൽപ്പിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു എന്ന് ഈ പെണ്ണങ്ങ് പറയലോടുകൂടെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, മോളെ, ആ വന്നത് എന്റെ വാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അദ്ദേഹം എന്നോട് പറയാൻ വേണ്ടി നിന്നെ പറഞ്ഞേൽപ്പിച്ചത് നിന്നെ എന്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കല്ല, നീ നല്ല ഭാര്യയാണെന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ആ വാക്കുകളിലൂടെ എന്ന് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം പ്രിയപ്പെട്ടവളോട് പറയാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മളാവണം നല്ല ഇണകളെ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താനുള്ള ഒരു ദൃഷ്ടി, അതിനുള്ള ഒരു കഴിവ് വാപ്പാടെ വാപ്പാക്കും കുടുംബത്തിലെ കാരണവന്മാർക്ക് പെണ്ണ് കാണാൻ പോകുന്ന ദിവസം അള്ളാഹു കൊടുത്തിരിക്കും എന്നത് ചരിത്രം സാക്ഷിയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ നല്ല ഇണകളെ സമ്പാദിച്ചു കൊടുക്കാൻ, നല്ല ഇണകളെ സംഘടിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടെ